Okay, so today we are going to discuss something different from the usual. That is, we are not going to deal with any chapters, that is the lesson or anything like that, stories or anything like that, poems or anything like that. But it's a very important thing that you all should be having with you. So the thing is, we have to do a lot of communication nowadays, right? That is we have to deal with a lot of communication. We have to do much more than what we are doing right now. നമ്മൾ ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ മോഡ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇൻ ഓൾഡ് ഡേയ്സ് വി യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ത്രൂ ലെറ്റേഴ്സ്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെത്തേഡ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഓൾഡ് ഡേയ്സ്, റൈറ്റ്? ഇപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മോഡ്സ് ഉണ്ട്. പല പല മാർഗങ്ങളുണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. Okay, before the advent of telephone or whatever there was, people used to write. Okay, ഈ എഴുതുക എന്ന് പറയുന്നത് ഒരു കലയാണ്. ഇറ്റ്സ് എൻ ആർട്ട്. ഹൗ ടു റൈറ്റ്, പിക്കിംഗ് അപ്പ് വേർഡ്സ്, കൺവേയിങ് മെസ്സേജസ്. പിന്നെ നീണ്ടു നിവർന്ന് നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വെൻ ഐ വാസ് സ്മോൾ, നമ്മള് നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ സമയത്ത് my mom used to write to my mother-in-law, that is her mother-in-law. അവരുടെ മദറിൻലോയ്ക്ക്, എൻ്റെ അമ്മയുടെ മദറിൻലോ, അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് അവര് കത്തെഴുതുമായിരുന്നു, ഫുൾ ഡീറ്റെയിൽസ്. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു പോകുന്നത്, ദൂരേക്ക് പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഇൻ ദ ഫാമിലി ദാറ്റ് സമ്മൺ ഈസ് ഗോയിങ് അബ്രോഡ്, ദാറ്റ് ഈസ് ലൈക്ക് ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് പോകുന്നത് ആദ്യമായിട്ടാണ്. സൗത്തിൽ നിന്ന് തന്നെ പോകുന്നത് ആദ്യമായിട്ടാണ്. നോർത്തിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. ആ ഒരു ഫാമിലി, വി ആർ എ ബിഗ് ഫാമിലി. അപ്പോ അങ്ങനെ നമ്മള് പണ്ട് കാലങ്ങളിലൊക്കെ താമസിച്ചിരുന്നത് എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ചായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. അപ്പോൾ ജോയിന്റ് ഫാമിലി ആയിരുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് മൈ ഫാദേഴ്സ് വർക്ക്, he got transferred. He was a banker and he got transferred and he had to move on to another state, that was Gujarat. അപ്പൊ ഗുജറാത്തിലേക്ക് ആദ്യമായിട്ട് പോകുന്നതായിരുന്നു. അപ്പൊ എന്റെ അച്ഛമ്മയ്ക്ക്, ദാറ്റ് വാസ് മൈ ഗ്രാൻഡ് മദറിന് ഭയങ്കര കൺസേൺസ് ആയിരുന്നു. കാരണം നമ്മളെ സ്ഥിതി എന്തായിരിക്കും, മക്കളുടെ സ്ഥിതി എന്താണ്. ആൻഡ് ഷി വാസ് റിയലി കൺസേൺഡ് അബൌട്ട് us. സോ ദേ യൂസ് ടു കമ്മ്യൂണിക്കേറ്റ്. ആൻഡ് ഇപ്പോഴും ഓർമ്മയുണ്ട്, എല്ലാ മാസവും ഒരു കത്ത് വരും, വൺ ലെറ്റർ ഫ്രം മൈ ഗ്രാൻഡ് മദർ. ആൻഡ് ദാറ്റ് ലെറ്റർ വിൽ ബി ലൈക്ക് 10 to 20 pages ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ മാസം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, കഴിഞ്ഞ മാസം ലെറ്റർ വന്നതിന് ശേഷം, അയച്ചതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, അതെല്ലാം വിവരിച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ലെറ്റർ ആണ്. ഈച്ച് ആൻഡ് എവറിഥിങ്, ഈവൻ ഒരു ഉറുമ്പ് നടന്ന കാര്യം വരെ ആ ലെറ്ററിൽ ഉണ്ടാവുക. ആൻഡ് ഐ ഹാവ് കളക്ടഡ് സം ഓഫ് ദോസ് ലെറ്റേഴ്സ്. അപ്പൊ ആ ഒരു ലെറ്റർ ഇപ്പൊ കാണുന്ന സമയത്ത് ഇറ്റ്സ് എ പീസ് ഓഫ് ഹിസ്റ്ററി. Each and every letter that we send is a piece of history, by the way. കാരണം അന്ന് നടന്ന കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്, അന്ന് പ്രസന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അന്ന് എഴുതിയിരുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ നടന്നിരുന്നത് എന്നൊക്കെ നമുക്ക് ഇപ്പൊ ഇരുന്ന് നമുക്ക് വായിക്കുമ്പോൾ ഒരു കൗതുകമാണ്. ഒരു വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് അത്. ഞാൻ അമ്മ അതിന് റിപ്ലൈ അയക്കുമായിരുന്നു, ഇതേപോലെ തന്നെയാണ്, 10-20 പേജ് അയക്കും. അതിനായിട്ട് ഒരു നോട്ട്ബുക്ക് തന്നെ വാങ്ങിക്കും. എന്നിട്ട് അതിൻ്റെ അന്ന് പേജുകൾ എടുത്തിട്ടാണ് അത് എഴുതി, അത് മടക്കി ഓൺവെലപ്പിലാക്കിയിട്ട് അയക്കുകയായിരുന്നു ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് their way of communicating certain things that has happening in their lives. അപ്പൊ ഒരു മാസത്തെ ഫുൾ വിവരണം ആ കത്തിൽ വരുമായിരുന്നു. സോ കമ്മ്യൂണിക്കേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ അച്ഛമ്മ ഇല്ലാതായ സമയത്ത് പിന്നെ കമ്മ്യൂണിക്കേഷൻ അത് ഏറ്റെടുത്തത് അച്ഛന്റെ ബ്രദറിന്റെ വൈഫിനോടായിരുന്നു. ആൻഡ് വി യൂസ് ടു ഹാവ് കമ്മ്യൂണിക്കേഷൻ ടുവേർഡ്സ് ദം. അപ്പോഴും അവർ കത്ത് എഴുതുമായിരുന്നു. പക്ഷെ കത്തുകളുടെ ഇത് ഇൻലൻഡിലേക്ക് മാറി തുടങ്ങി, ഇൻലൻഡിലേക്കായി തുടങ്ങി. ഇൻലൻഡ്, യു നോ വാട്ട് ഈസ് ആൻ ഇൻലൻഡ്? ഇൻലാൻഡ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയാമോ? ഹൗ മെനി ഓഫ് യു ഹാവ് സീൻ ഇൻലൻഡ് ലെറ്റർ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇൻലൻഡ് ലെറ്റർ? ഹലോ? രണ്ട് ടൈപ്പ് ഓഫ്, നോ,
കണ്ടിട്ടില്ല? ആരും അല്ല, നിങ്ങളെ കൂട്ടത്തിൽ ആരും ഇൻലൻഡ് ലെറ്റർ കണ്ടിട്ടില്ല? 2 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് പണ്ട്. ഇപ്പത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. ഫോണൊന്നും അന്ന് അന്ന കാലത്ത് ഉണ്ടായിരുന്നില്ല. ലാൻഡ് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാ, വെൽ ടു ഡു ആയിട്ടുള്ള ഫാമിലീസിന്റെ അടുത്ത് മാത്രമേ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. ലാൻഡ് ഫോൺ അധികവും ഈ എസ്റ്റാബ്ലിഷ്മെന്റ്സിന്റെ അടുത്തായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്, കമ്പനീസിന്റെ അടുത്തായിരുന്നു ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നത്. ലാൻഡ് ഫോൺ ഒന്നും അന്ത കാലത്തില്ല. STD ISD ഒക്കെ പിന്നീടാണ് വരുന്നത്. രാജീവ് ഗാന്ധിയുടെ ആ ഒരു കാലഘട്ടത്തിലാണ് STD ISD ഒക്കെ വരുന്നത്. ഓക്കെ. അപ്പോ ഈ ഫോണൊന്നും നമുക്ക് ഇങ്ങനെ നാട്ടിലേക്ക് വിളിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ഇതാണ്, ഒരു എന്താണ് പറയാ, ലക്ഷറിയാണ് ശരിക്കും അത്. അപ്പൊ അന്ന് ഇൻലൻഡ് ലെറ്റർ എന്ന് 2 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ്, എയർമെയിൽ ആൻഡ് ഇൻലൻഡ് ലെറ്റർ. എയർമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഇന്ത്യ പോകുന്നതാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഇൻലാൻഡ് ആണ്, അതായത് രാജ്യത്തിനുള്ളിൽ സഞ്ചരിക്കുന്നതാണ് ഇൻലൻഡ് ലെറ്റർ. അത് എന്ന് പറയുന്നത് ട്രെയിനിലൂടെയോ അല്ലെങ്കിൽ റോഡ് മാർഗമോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മാർഗമോ മാത്രമായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത്. ആ ലെറ്റേഴ്സ് ഒക്കെ പോയിക്കൊണ്ടിരുന്നത് അത് ഏറ്റവും കൂടുതൽ ട്രെയിൻ മാർഗമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ട്രെയിനിനും ഒരു മെയിൽ ബോഗി ഉണ്ടാവും. MAIL, മെയിൽ ബോഗി ഉണ്ടാവുമായിരുന്നു പണ്ട്. അങ്ങനെയാണ് നമ്പർ 20 മെഡ്രാസ് മെയിൽ എന്ന് പറയുന്ന സിനിമ തന്നെ ഉണ്ടായത് അങ്ങനെയാണ്. നമ്പർ 20 മെഡ്രാസ് മെയിൽ എന്നാണ് അതിന് വിളിച്ചുകൊണ്ടിരുന്നത് പേര്. കാരണം ചെന്നൈ എന്ന് പറയുന്ന സൗത്ത് സോണിന്റെ സെൻട്രൽ ആയിട്ടുള്ള കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും മെഡ്രാസിൽ നിന്നുമായിരുന്നു കത്തുകളെല്ലാം തന്നെ ട്രെയിൻ മാർഗം പല സ്ഥലങ്ങളിലേക്ക്, സൗത്തിന്റെ പല ഭാഗങ്ങളിലേക്ക്, കേരളത്തിലേക്കും എല്ലാം കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ട്രെയിനിന് സ്പെഷ്യൽ ഒരു ബോഗി ഉണ്ടാവും, സ്പെഷ്യൽ ഒരു കമ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാവും. ആ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മെയിൽ സർവീസ്, അതായത് കത്തുകൾ അതുപോലുള്ള മെഡ്രാസ് മെയിൽ, നമ്പർ 20 മെഡ്രാസ് മെയിൽ എന്ന് പറയുന്ന സിനിമ തന്നെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ ആയിരുന്നു ആ ഒരു ട്രെയിനിന്റെ പേര്. ഇപ്പൊ മെഡ്രാസ് മെയിൽ എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്, വേറെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. നമ്പർ 20 മെഡ്രാസ് മെയിൽ എന്നായിരുന്നു അതിനെ അറിയപ്പെടുന്നത്. മെഡ്രാസ് മെയിൽ എന്നാണ് അറിയുന്നത്. കാരണം മെയിൽ വണ്ടി, കത്ത് വരുന്ന വണ്ടി എന്നാണ് അതിനെ അറിയുന്നത്. ഓക്കെ. അങ്ങനെ ഓരോ സ്റ്റോപ്പുകളിലുള്ള പോസ്റ്റ് ഓഫീസുകളിലേക്ക് കത്തുകൾ വന്നുകൊണ്ടേയിരിക്കും. ബാഗ് ഓഫ് ലെറ്റേഴ്സ് യൂസ് ടു സെൻഡ്, പാർസൽ, കത്ത്, ഇതെല്ലാം വന്നിരുന്നത് അങ്ങനെയാണ്. അപ്പൊ 2 ടൈപ്പ് ഓഫ് ആണ്. ഇൻലൻഡ് ലെറ്റർ. ഇൻലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീല കളർ, ഏകദേശം ഒരു എന്താ പറയാ, ഒരു സ്കൈ ബ്ലൂ കളറിലായിരുന്നു പണ്ട് കാലങ്ങളിൽ ഇൻലൻഡ്. പല കളറിലുണ്ട്, അത് ഓരോ കളറിനും ഓരോ പ്രത്യേകത ആണ്. സാധാരണക്കാർക്ക് ഒരു നീല കളറിലായിരുന്നു, ഏകദേശം ഒരു സ്കൈ ബ്ലൂ കളറിൽ ഒരു ലെറ്റർ ആയിരുന്നു. അത് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു നിശ്ചിത സ്ഥലമുണ്ട്, ആ നിശ്ചിത സ്ഥലത്ത് നമുക്ക് കാര്യങ്ങൾ എഴുതാം. അതിനുശേഷം നമുക്ക് പശ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അതിന്റെ മുകളിൽ നമുക്ക് സ്റ്റാമ്പ് ഇട്ട് ഒട്ടിച്ച് അയക്കാം. ഒരു നിശ്ചിത തുകയുടെ സ്റ്റാമ്പാണ്. അല്ലെങ്കിൽ ഓൾറെഡി ആ സ്റ്റാമ്പ് അതിന്റെ മുകളിൽ ഉണ്ടാവും. ആ ഒരു ലെറ്റർ നമ്മൾ ഇൻലൻഡ് മേടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന് ഇതാക്കാം. ഇൻലൻഡുകൾ ഇങ്ങനെ കെട്ട് കണക്കിന് മേടിച്ചു വെക്കുമായിരുന്നു അമ്മ. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഐ ഹാവ് ഇൻ മൈ മോംസ് കളക്ഷൻ ദർ ഈസ് ആൻ ഇൻലൻഡ് ഓൾസോ. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഇൻലൻഡ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് കണ്ട് കാണത്തില്ല. ഓക്കെ. അപ്പൊ 2 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ്. പിന്നീട് പറയുന്നത് കവർ ആയിരുന്നു, നമ്മൾ ഇപ്പോഴും കാണുന്നത് ഓൺ എൻവലപ്സ് എന്ന് പറയുന്നത് ENVELOPES, എൻവലപ്പ്. എൻവലപ്പ് എന്ന് പറയും, പക്ഷെ അത് ഓൺവലപ്പ് ആണ് ശരിക്കും. അത് പ്രൊനൗൺസിയേഷൻ ഇസ് ഓൺവലപ്പ്. ഓക്കെ. ഓൺട്രപ്രണർ എന്ന് പറയുന്നത് പോലെ ഓൺവലപ്പ് എന്നാണ്, കാരണം ഇറ്റ്സ് എ ഫ്രഞ്ച് വേർഡ്. ഓക്കെ. ഓൺവലപ്പ് ആണത്. അപ്പൊ ആ ഒരു എൻവലപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യും, കത്തുകൾ മടക്കി പേപ്പറിൽ എഴുതിയിട്ട് മടക്കി പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ് നമ്മൾ, അല്ലെ? അത് പണ്ട് എങ്ങനെയാണ്, പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ സാധാരണ അത് ഇൻലൻഡിൽ ഒതുക്കാവുന്നതാണ്. കാരണം വാക്കുകൾ ചുരുക്കി ഒതുക്കാനായിട്ടാണ് ഇൻലൻഡ് എന്ന് പറയുന്ന സംവിധാനം യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റേതെന്ന് പറയുമ്പോൾ വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ സ്റ്റാമ്പിന്റെ പൈസയും കൂട്ടി വരും. ഓക്കെ. വെയിറ്റ്, they will measure the weight, then they will decide what the stamp is. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നീടാണ് നമ്മൾ റൈറ്റിംഗ് എന്ന് പറയുന്നത്, ലെറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒതുക്കിയിരിക്കുന്നത് എന്തിലാണ്? ഓൺലി ഫോർ ഫോർമൽ തിങ്സ് വി റൈറ്റ് ലെറ്റേഴ്സ്. ഫോർമൽ ആയിട്ട്, അതായത് ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാണ്. ഇപ്പൊ നമുക്ക് ഈവൻ ലെറ്റർ എന്ന് പറയുന്നത്, പേപ്പർ എന്ന് പറയുന്നത് യൂസ് ചെയ്യാറില്ല. We don't use papers. Now we used to send emails. ഏറ്റവും കൂടുതൽ നമ്മൾ അയക്കുന്നത് ഇമെയിലുകളാണ്. പക്ഷെ പണ്ട് കാലങ്ങളിൽ ലെറ്റർ എഴുതിയിരുന്ന സമയത്ത് അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. വി ഹാവ് ടു ഫോളോ എ ഫോർമാറ്റ്. ഇൻലൻഡിലാണെങ്കിലും
നമ്മളൊരു ഫോമാറ്റ് ഫോളോ ചെയ്യുക. വി ഡോണ്ട് ഹാവ് ടു റൈറ്റ് അവർ അഡ്രസ്. ഓക്കെ, അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇൻലൻഡിന്റെ ഫ്രണ്ട് പേജിൽ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആർക്കാണോ കത്തയക്കുന്നത് അവരുടെ അഡ്രസ് ആയിരുന്നു ഫ്രണ്ടിൽ എഴുതിയത്. ബാക്കിൽ, ഏറ്റവും ബാക്കിൽ അതൊരു എന്താണ് പറയുക, ഫുൾ ഷീറ്റ് ഓഫ് പേപ്പർ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ നിവർന്ന് നിൽക്കും. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെ കത്ത് എഴുതാം. അതിനുശേഷം അത് മടക്കി മടക്കി നമ്മളത് ഒട്ടിക്കുക ചെയ്യുന്നത്. അപ്പൊ ഒരു ജസ്റ്റ് ഒരു പാമ്പിന്റെ സ്പേസ് ഉണ്ടാവുള്ളൂ ആ ഒരു കത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് ആരാണോ കത്തയക്കുന്നത് അവരുടെ അഡ്രസ്സ് എഴുതാം. ജസ്റ്റ് പേരാണ് എഴുതുന്നത്. പിൻഗാമി എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? പിൻഗാമി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? മോഹൻലാലിന്റെ പിൻഗാമി. ഒരു കത്തിന്റെ മുകളിലാണ് ആ കഥ മൊത്തം നടക്കുന്നത്. കണ്ടിട്ടുണ്ടോ? ഒരു കത്ത്, മോഹൻലാലിന് കത്ത് കിട്ടുന്നു, ഒരു പോസ്റ്റ് ഇങ്ങനെ പോസ്റ്റ് ബോക്സിന്റെ ഉള്ളിൽ ഇങ്ങനെ പുറമേക്ക് നിൽക്കുന്ന ഒരു കത്ത്. ആ ഒരു കത്ത് എടുക്കുന്നത് അതാണ് ഇല്ലന്റ്. കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആ ഒരു സീന് കാണാം. ഒരു കത്തിന്റെ മുകളിലാണ് ആ ഒരു സിനിമ മൊത്തം നടക്കുന്നത്. ഒരു കത്ത് പുള്ളി ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിരിക്കും. അപ്പൊ ജസ്റ്റ് എടുത്ത് കൗതുകത്തിന്റെ മുകളിൽ ഇങ്ങനെ എടുത്തിട്ട് തിരിച്ചിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ജസ്റ്റ് നോക്കും. അപ്പൊ അതിൻ്റെ അത് ബാക്കിൽ ഇങ്ങനെ നല്ല കൈയക്ഷരത്തില് ഒരു പേര് മാത്രമാണ് എഴുതുന്നത്, വേറെ ഒന്നും എഴുതത്തില്ല പുള്ളി. ഇത് തിലകനാണ്. തിലകൻ അദ്ദേഹത്തിന്റെ വളർത്തുമോക്ക് അയക്കുന്ന ഒരു കത്താണ്. അങ്ങനെയാണ് ആ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതൊന്ന് അതില് ഇൻലൻഡ് എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ പേര് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ് എഴുതാം, ടു whom you are sending it. And inland was also used for formal letters also. ഫോർമൽ ലെറ്റർ ആയിട്ട് അയക്കുമ്പോഴും പിന്നെ നമുക്ക് അയക്കാം. പിന്നെ പോസ്റ്റ് കാർഡ്സ് ഉണ്ട്. ജസ്റ്റ് പോസ്റ്റ് കാർഡ് ഇപ്പോഴും ഉണ്ട്, പോസ്റ്റ് കാർഡ്സ്. പക്ഷേ പണ്ട് കാലങ്ങളിൽ പോസ്റ്റ് കാർഡ് ആയിട്ടും നമ്മൾ കത്തുകൾ അയക്കാം. പക്ഷെ പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ചെറിയൊരു, ഇപ്പോഴും പോസ്റ്റ് കാർഡ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ സെൻഡിങ് എ രജിസ്റ്റേർഡ് മെയിൽ ആയിട്ട് നിങ്ങൾ അയക്കുന്നത്, സംഭവം ആ രജിസ്റ്റേർഡ് മെയിൽ ആർക്കാണോ അയക്കുന്നത് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൂടെ ഒരു പോസ്റ്റ് കാർഡും നമ്മൾ അറ്റാച്ച് ചെയ്യും. ഓക്കെ, ആ പോസ്റ്റ് കാർഡിൽ നിങ്ങളെ അഡ്രസ് എഴുതിയിട്ടാണ് നിങ്ങൾ അയക്കുന്നത്. കാരണം when the registered mail arrives at the person who it was deemed to, what they will do is they will send the postman will take that postcard and send it back to you, telling that the mail has been delivered. Okay, in order for you to understand that the mail has been received by the person intended to, for that you can send a postcard along with it. അപ്പോൾ പോസ്റ്റ് കാർഡ് ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, രജിസ്റ്റേർഡ് മെയിൽസിന്റെ കൂടെ. സാധാരണ നമ്മൾ ഗവൺമെന്റ് ഓഫീസസിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായിട്ട് നമ്മൾ കത്ത് അയക്കുകയാണെങ്കിൽ, രജിസ്റ്റേർഡ് ആയിട്ട് കത്ത് അയക്കുമ്പോൾ വി കീപ് ദിസ് പോസ്റ്റ് കാർഡ് അലോങ് വിത്ത് ഇറ്റ്. ഇപ്പോഴും പോസ്റ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്. പക്ഷെ പണ്ട് കാലങ്ങളിൽ പോസ്റ്റ് കാർഡ് കത്ത് അയക്കാനായിട്ട്, ഷോർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും മെസ്സേജസ് അയക്കാനെന്നുണ്ടെങ്കിൽ പോസ്റ്റ് കാർഡ് നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട്. സോ ഡിഫറെന്റ് വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മൊത്തം നമ്മൾ മാറിയിരിക്കുകയാണ്. വാട്സാപ്പ് ആൻഡ് ജിമെയില്, ഹോട്ട്മെയില്, യാഹു മെയില്, പല ടൈപ്പ് ഓഫ് മെയിൽസ്, അതെ, ഇമെയിൽസ്, ഇലക്ട്രോണിക് മെയിലിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ ദ ഫോർമാറ്റ് ഹാസ് ഓൾസോ ചേഞ്ച്ഡ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം. വാട്ട് ഓൾ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഞാനൊക്കെ പഠിച്ചിരുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. ഇറ്റ് വാസ് ഇന്റൻഡഡ് ടു പേപ്പർ റൈറ്റിംഗ്. പേപ്പറിലേക്ക് എങ്ങനെയാണ് എഴുതുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഞാനൊക്കെ പഠിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക് മെയിലുമായിട്ട്, ഈവൻ ദോ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് മെയിലിന്റെ ഒരു ഫോർമാറ്റ് ആണെങ്കിൽ പോലും, ലെറ്ററിലേക്ക് എഴുതുന്ന സമയത്ത്, പേപ്പറിലേക്ക് എഴുതുന്ന സമയത്തും യു ഹാവ് ടു റൈറ്റ് ഇൻ ദ സെയിം വേ. ഓക്കെ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ. Two types of letter writing, that is formal and informal. Formal എന്ന് പറയുന്നത് എന്താണെന്നും ഇൻഫോർമൽ എന്ന് പറയുന്നത് എന്താണെന്നും ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബിഹൈൻഡ്, ഇറ്റ്സ് ബീങ് ഗിവൺ ബിഹൈൻഡ് യുവർ ഹോൺബിൽ. ഹോൺബിൽ എന്ന് പറയുന്ന ബുക്കിന് പിന്നിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഹോൺബിൽ എന്ന് പറയുന്ന ബുക്ക് കളയാതെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഇറ്റ് വിൽ ബി ബെനിഫിറ്റിംഗ് യു ഇൻ ദ നെക്സ്റ്റ് ഇയർ ഓൾസോ. സോ ഹോൺബിൽ എന്ന് പറയുന്ന ബുക്ക് കളയാതെ കൂടെ തന്നെ വെക്കുക. +2 എത്തിയാലും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതില് ഈ ഒരു പ്രത്യേകിച്ചും ഈ ഒരു റൈറ്റിംഗ് സെക്ഷൻ അത് വളരെ അത്യാവശ്യമാണ്. അതിൽ നോട്ട് മേക്കിംഗ് ഉണ്ട്,
നിങ്ങൾക്ക് എസ്സേ റൈറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്പീച്ച് എഴുതാം, ഒരു ഡിബേറ്റ് എഴുതാം എന്നുള്ളതിനെ കുറിച്ചുണ്ട്, ആൻഡ് ലെറ്റർ റൈറ്റിംഗിനെ കുറിച്ച് എല്ലാത്തിന്റെയും ഫോമാറ്റ് വരെ അതിൽ നൽകിയിട്ടുണ്ട്. സോ പ്ലീസ് ഡോണ്ട് ഗിവ് ദ ബുക്ക് ടു യുവർ ജൂനിയേഴ്സ്. ഓക്കെ, കീപ് ഇറ്റ് വിത്ത് യു ഇറ്റ്സെൽഫ് സോ ദാറ്റ് യു ക്യാൻ ചെക്ക് ദാറ്റ് തിങ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാനിപ്പോ എന്തായാലും ലെറ്റർ റൈറ്റിംഗിലേക്ക് നമുക്ക് പോകാം. ആൻഡ് വി വിൽ ഓൾ കം ടു നോ ഹൗ ടു റൈറ്റ് എ ലെറ്റർ ആഫ്റ്റർ ദിസ്. 2 ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിനെക്കുറിച്ചും എല്ലാം നമുക്ക് പഠിക്കാം. ഓക്കെ, letter writing is an important channel of communication between people who are geographically distant from one another. അത് മാത്രമല്ല, ഇപ്പൊ ഓക്കെ, പണ്ട് കാലങ്ങളിലാണ് ജോഗ്രഫിക്കലി ഡിസ്റ്റന്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ലെറ്റർ എഴുതിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ പണ്ട് കാലങ്ങളിൽ അത് തന്നെയായിരുന്നു റീസൺ. In earlier times, when the telephone and email were not available, the only means of communication between people was through letters. കത്തുകളിലൂടെ മാത്രമായിരുന്നു കമ്മ്യൂണിക്കേഷൻ സാധിച്ചിരുന്നത്. കത്തയക്കാൻ പല മാർഗങ്ങൾ എന്നായിരുന്നു. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ ഈ ട്രെയിനൊക്കെ വരുന്നതിന് മുൻപ് ആൾക്കാർ കുതിരപ്പുറത്തും, കുതിരകളെ ഉപയോഗിക്കുന്നതിന് മുൻപ് ആൾക്കാർ ഓടിയും ഒക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടായിരുന്നു, പണ്ട് കാലങ്ങളിൽ ആൾക്കാർ ഓടിപ്പോകുമായിരുന്നു, കത്തും എടുത്ത് ഓടിപ്പോകുമായിരുന്നു. റണ്ണർ എന്ന് പറയുന്നത്, റണ്ണിങ് മാൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് വന്നത്. ദ റണ്ണിങ് മാൻ. റണ്ണിങ് മാൻ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ആ സന്ദേശവുമായിട്ട്, ആ ഒരു സ്പെഷ്യൽ സന്ദേശമായിരിക്കും, ആ സന്ദേശമായിട്ട് അദ്ദേഹം പോകും, ഓടും അടുത്തുള്ള ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ അടുത്തേക്ക്. പിന്നീട് അത് കുതിര സവാരിയായി മാറി, മെസ്സഞ്ചർ എന്നുള്ളതായി മാറി. മെസ്സഞ്ചർ എന്നുള്ള ഒരു പരിവേഷം വന്നു. പിന്നീട് ഇവൺ ഇപ്പോഴും പല സ്ഥലങ്ങളിലും പറയാറുണ്ട്, ഈ പാകിസ്ഥാൻ ബോർഡറിലൊക്കെ ഇപ്പം പറയാറുണ്ട്, പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിലൊക്കെ ഈ സന്ദേശം കൈമാറാനായിട്ട് പ്രാവിനെ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. പ്രാവിന്റെ കാലില് കെട്ടിയിട്ട് സന്ദേശം വിടുന്ന ഒരു സമ്പ്രദായമുണ്ട്. പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് പലരും തുടരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പല മാർഗങ്ങൾ ആയിരുന്നു. പക്ഷെ അതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ളത് എന്ന് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള തിങ് ഇറ്റ് വാസ് റിട്ടൺ ഇൻ പേപ്പർ. ഓക്കെ, letter was the only means of communication between people, and that was through letters. Letter writing is a skill that has to be developed. It has to be developed. നമ്മൾ acquire ചെയ്യുന്ന ഒരു സംഭവമാണ്. In general, there are 2 types of letters: formal, that are written to convey official business and information, and informal, which are personal letters to communicate with friends and family. ഓക്കെ, അപ്പൊ 2 ടൈപ്പ് ഓഫ് ലെറ്റർ റൈറ്റിംഗ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫോർമൽ ആണ്. ഫോർമൽ എന്ന് പറയുന്നത് ദാറ്റ് ആർ റിട്ടേൺ ടു കൺവേ ഒഫീഷ്യൽ ബിസിനസ് ആൻഡ് ഇൻഫർമേഷൻ. അപ്പം എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള, ഓക്കെ, അതായത് പേഴ്സണൽ അല്ല, ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ബിസിനസ് ആയാലും ഇൻഫർമേഷൻ ആയാലും, ആ ഒരു കാര്യങ്ങൾ കൺവേ ചെയ്യാനുള്ളതാണ് ഫോർമൽ ലെറ്റർ. ആൻഡ് ഇൻഫോർമൽ എന്ന് പറയുന്നത് വിച്ച് ആർ പേഴ്സണൽ ലെറ്റേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഫ്രണ്ട്സിനോടും ഫാമിലിനോടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്. സോ ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ടു ഡു. നമുക്ക് ആദ്യം മനസ്സിലാക്കണം, നമുക്കൊരു ചോദ്യം വരികയാണെങ്കിൽ, നമുക്ക് പരീക്ഷയിലാണ്, നമുക്ക് ഇപ്പോൾ ആവശ്യം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ പരീക്ഷയിലേക്ക് നമുക്കൊരു ചോദ്യം വരുമ്പോൾ ആ ഒരു ചോദ്യം വായിക്കുന്ന സമയത്ത് അത് ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് എഴുതേണ്ടത് അതിന് എന്നുള്ളത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതിനാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത് എന്താണെന്നും ഫോർമൽ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് ദ നീഡ്. ഓക്കെ, അതിനാണ് അത് ആവശ്യം. അപ്പൊ ഒരു ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിക്കും നമ്മളെ ഫ്രണ്ട്സിനും നമ്മൾ കത്തുകൾ എഴുതുമ്പോൾ അത് ഇൻഫോർമൽ ലെറ്റർ ആകുന്നു. അപ്പൊ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കത്തയക്കേണ്ടത് നിങ്ങളെ അച്ഛനാണ്. ഓക്കെ, ടു യുവർ ഫാദർ. യു ഹാവ് ടു സെൻഡ് എ ലെറ്റർ ടു യുവർ ഫാദർ. So what will be that letter be? Informal ആണോ ഫോർമൽ ആണോ? ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ? നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനാണ് ഒരു കത്ത് അയക്കേണ്ടത്, ഇൻഫോർമൽ ആണ് അല്ലെ? ഇറ്റ്സ് ഓൾവേസ് ഇൻഫോർമൽ ലെറ്റർ. കാരണം യു ആർ സെൻഡിങ് ഇറ്റ് ടു യുവർ ഫാദർ, ഒബ്വിയസ്ലി. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം. ഈ അച്ഛൻ പോലീസ് ഇൻസ്പെക്ടർ ആണ്.
അങ്ങനെയെങ്കിൽ ആ കത്ത് നിങ്ങൾ എഴുതുന്ന കത്തെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രദേശത്ത് വളരെയധികം ഇത് സംഭവിക്കുന്നത്. ആൻഡ് നിങ്ങളൊരു ക്ലബിന്റെ സെക്രട്ടറിയാണ്. ആ ക്ലബിൽ പോട്ടെ, നിങ്ങളൊരു ക്ലബിന്റെ സെക്രട്ടറിയാണ്. നിങ്ങൾ ഈ ക്ലബിന്റെ വാർഷികത്തിന് വേണ്ടി കളക്ട് ചെയ്ത പണം കാണുന്നില്ല, കളഞ്ഞുപോയി എന്നല്ല, ആരോ കട്ടു എന്നാണ് നിങ്ങളുടെ സംശയം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പരാതി കൊടുക്കണം. പരാതി കൊടുക്കുന്ന സമയത്ത് എഴുതുന്ന കത്ത്, ആ പരാതിയായിട്ട് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് എഴുതുന്ന കത്ത്, അത് ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ? ഫോർമൽ ആണ്, റൈറ്റ്? ഓക്കെ. അപ്പോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പൊസിഷൻ, ദ ഡെസിഗ്നേഷൻ ദാറ്റ് ദ പേഴ്സൺ ഇസ് ഹോൾഡിംഗ്. അവിടെ റിലേഷൻഷിപ്പ് അല്ല, ഡെസിഗ്നേഷൻ. നോട്ട് ഇറ്റ്. അത് വളരെ പ്രധാനമാണ്. ഫോർമൽ ലെറ്റേഴ്സ് ആർ സെൻഡ് ഔട്ട് വെൻ വി നീഡ് ടു റൈറ്റ് ടു വേരിയസ് പബ്ലിക് ബോഡീസ് ഓർ ഏജൻസീസ് ഫോർ അവർ റിക്വയർമെന്റ്സ് ഇൻ സിവിക് ലൈഫ്. അവിടെ സിവിക് ലൈഫാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അധികാരികളോട് ചോദിക്കുന്ന സമയം, ആ റിക്വയർമെന്റ്സ് അധികാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ സമ്പർക്കം പുലർത്തുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അതെപ്പോഴും ഫോർമൽ ആയിട്ട് തന്നെയാണ്. അത് അവിടെ റിലേഷന് യാതൊരുവിധ സ്ഥാനവും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ഡിയർ ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, ഡിയർ SI എന്നൊന്നും വെക്കാൻ പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ജാർഗൺസ്, നമ്മൾ ഉപയോഗിക്കുന്ന ശൈലി, നമ്മളുടെ സംസാര ശൈലി അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ശൈലി, അതെല്ലാം മാറണം എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോർമൽ ലെറ്റേഴ്സ് ആർ സെൻഡ് ഔട്ട് വെൻ വി നീഡ് ടു റൈറ്റ് ടു വേരിയസ് പബ്ലിക് ബോഡീസ് ഓർ ഏജൻസീസ് ഫോർ അവർ റിക്വയർമെന്റ്സ് ഇൻ സിവിക് ലൈഫ്. Okay. For example, we might have to ask for a certificate or to inform a change in our address. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നമ്മുടെ ചേഞ്ച് ഇൻ അഡ്രസ് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ്, നിങ്ങൾ സ്കൂളിലേക്ക് നിങ്ങൾക്ക് പ്രിൻസിപ്പളിന് നിങ്ങൾ കത്തെഴുതുകയാണ്, നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക്, ഒരു ഗുഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വേണം. വേറൊരു സ്ഥാപനത്തിലേക്ക് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ, അതിന്റെ ആവശ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കോൺടാക്ട് സർട്ടിഫിക്കറ്റും വേണം, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും വേണം, രണ്ടും വേണം. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ പ്രിൻസിപ്പലിന് അയക്കുന്ന ലെറ്റർ, ഇതൊക്കെ ഫോർമൽ ലെറ്റേഴ്സ് ആണ്. A letter is usually one in a series of exchanges between two people or parties. അതും നിങ്ങൾ മനസ്സിൽ വെക്കണം. കാരണം ചോദ്യങ്ങൾ പല രീതിയിലാണ് വരുന്നത്. നേരിട്ടുള്ള ചോദ്യമായിരിക്കില്ല സാധാരണ പ്രതീക്ഷിക്കേണ്ടത്. ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ചോദ്യം ഒരു കാലത്തും പ്രതീക്ഷിക്കാൻ പാടില്ല. വളച്ച് തിരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും അധികവും നിങ്ങൾക്ക് വരിക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഓൾറെഡി ഒരു ലെറ്റർ നിങ്ങൾക്ക് ലഭിച്ചു, അതിനുശേഷം നിങ്ങൾ 2 ലെറ്റർ അയച്ചു കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പ്രദേശത്ത് വളരെ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ കൂടുതലാണ്. ഇതിന് മുൻപ് 2 തവണ ഓൾറെഡി യു ഹാവ് കംപ്ലൈൻഡ് 2 times ബിഫോർ ടു ദ സിവിക് ബോഡി. ഓക്കെ. പഞ്ചായത്തിലേക്ക് നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇതിന് മുൻപ് 2 തവണ നിങ്ങൾ കംപ്ലൈന്റ് ലെറ്റർ അയച്ചു കഴിഞ്ഞു. ഇത് 3ാമത്തെ തവണയാണ് നിങ്ങൾ എഴുതുന്നത്. ഓക്കെ. അപ്പൊ എങ്ങനെ നിങ്ങൾ ഒരു കത്ത് എഴുതും? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട അവിടെ കുറച്ചും കൂടെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് കാര്യങ്ങൾ. കാരണം 2 തവണ നിങ്ങൾ ഇതിന് മുൻപ് ഓൾറെഡി കത്തുകൾ അയച്ചു കഴിഞ്ഞു. ഓക്കെ. ഇത് 3ാമത്തെ തവണയാണ് നിങ്ങൾ കത്ത് അയക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പൊ ആ മുമ്പ് അയച്ചിരിക്കുന്ന 2 കത്തുകളുടെ സംഭവം നിങ്ങൾ അവിടെ വെക്കണം. റെഫറൻസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാവും. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഒരു ചോദ്യം വായിക്കുന്ന സമയത്ത് when you attempt a question, you have to infer from the question what you are about to do, what you have been asked. നിങ്ങളോട് എന്താണ്
ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ക്വസ്റ്റ്യൻ വായിച്ചത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, സോ you have to first and foremost you have to understand that a letter is usually one in a series of exchanges between two people or parties. ഇതൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള ലെറ്റർ റൈറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, ഇമെയിലിനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്. ഇമെയിൽ ആവുമ്പോൾ ഇതിന്റെ ഒക്കെ നമുക്ക് മനസ്സിലാവും. ഹാവ് യു സെൻഡ് എ ചെയിൻ മെയിൽ? ചെയിൻ മെയിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും അയച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചെയിൻ മെയിൽ നിന്ന് ചെയിൻ മെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് മെന്റ് ബൈ എ ചെയിൻ മെയിൽ? ചെയിൻ മെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമെയിൽ കേട്ടിട്ടുണ്ട്, ഇലക്ട്രോണിക് മെയിൽ എന്ന് കേട്ടിട്ടുണ്ട്. വാട്ട് ഇസ് മെന്റ് ബൈ എ ചെയിൻ മെയിൽ? ചെയിൻ മെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചെയിൻ മെയിൽ, CHAINMAIL, ചെയിൻ മെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് മെന്റ് ബൈ എ ചെയിൻ? ചെയിൻ എന്താ? ചങ്ങല അല്ലേ? ചങ്ങലക്ക് എന്താ പ്രത്യേകത? എന്താ ചങ്ങലയിൽ എന്താണ് ഉണ്ടാകുന്നത്? ചങ്ങല എന്തുവാ? വളയം. ഒറ്റ വളയം ഉണ്ടാവുകയുള്ളൂ ചങ്ങലയ്ക്ക്. ഒരു ചങ്ങല ആവണമെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം വേണം ഏകദേശം? അല്ല, ഒന്നിൽ കൂടുതൽ വേണം അല്ലേ? ഒന്നിൽ കൂടുതൽ വളയങ്ങൾ വേണം, അപ്പോഴാണ് ഒരു ചങ്ങലയാവുന്നത് അല്ലേ? സെയിം. അപ്പൊ അത് തന്നെയാണ് ചെയിൻ മെയിൽ എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് മെയിൽ. അതിനാണ് ചെയിൻ മെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ചെയിൻ മെയിൽസ് എന്ന് പറയുന്നത് സാധാരണ വലിയ വലിയ കമ്പനീസിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ആദ്യം തന്നെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു കത്തയക്കുന്നു, അതൊരു ഇമെയിൽ ആയിരിക്കും. പിന്നീട് നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നു. സാധാരണ നിങ്ങളുടെ മെയിലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിപ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓൾറെഡി ഫസ്റ്റ് അയച്ചിരിക്കുന്ന മെയിലിന്റെ തൊട്ട് താഴത്തായിരിക്കും നിങ്ങളെ റിപ്ലൈ ഉണ്ടാവുക. ഹാവ് യു നോട്ടീസ്ഡ് ഇറ്റ്? അല്ലേ? നിങ്ങളെ റിപ്ലൈന്റെ തൊട്ട് താഴെ ആ മെയിൻ ഇതുണ്ടാവും. അത് അങ്ങനെ കൈമാറി 10, 11, 20 ആൾക്കാരിലേക്ക് പോകും. ചിലപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഈ ചെയിൻ മെയിലിന്റെ ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങൾക്ക് പറയാം. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ആപ്പിളിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ ആമസോണിന്നോ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. ഓക്കെ, പ്രൊഡക്റ്റ് വാങ്ങി വന്ന പ്രൊഡക്റ്റ് നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പിൾ ഐഫോൺ മേടിക്കുന്നു. ഓക്കെ, ആപ്പിൾ ഐഫോൺ മേടിക്കുന്നു. ഒരു സിറ്റുവേഷൻ മാത്രമാണ് അത്. നിങ്ങൾ അധികം ഒന്നും കടന്ന് ചിന്തിക്കണ്ട. അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊന്നും ചോദിക്കരുത്. ഇപ്പം വേറെ സംഭവങ്ങളൊക്കെ വേറെ ഉണ്ട്. പക്ഷെ ഇപ്പോ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ആപ്പിൾ ഐഫോൺ മേടിക്കുന്നു, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. വീട്ടിൽ വന്നു, സാധനം ഡെലിവറി ചെയ്തു. നിങ്ങൾ പൊളിച്ചു നോക്കുന്ന സമയത്ത് ഒരു ആപ്പിളും പിന്നെ ഏതാണ്ട് ഒരു പണ്ടത്തെ ഒരു കല്ലും, അത് മാത്രമേ ഉള്ളൂ ബോക്സിന്റെ അകത്ത്. കാശ് കുറെ കൊടുത്തിട്ടാണ് നിങ്ങൾ സാധനം മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു പച്ച ആപ്പിളും ഒരു കല്ലും, ഇത് മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പൊ നിങ്ങളെ പറ്റിക്കപ്പെട്ടു, നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടു. അപ്പൊ നിങ്ങൾ അങ്ങോട്ടേക്ക് ഒരു ലെറ്റർ അയക്കുകയാണ്. ഫസ്റ്റ് നിങ്ങളാണ് അയക്കുന്നത്. ഇന്ന ബില്ലിന്റെ ഡീറ്റെയിൽസും എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ആമസോൺ കമ്പനിക്ക് നിങ്ങൾ കത്തയക്കുകയാണ്. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആർക്കാണോ എന്താണ് കംപ്ലൈന്റ്സ് ഒരു സെക്ഷൻ ഉണ്ടാവും, അതിന്റെ തലവന് നിങ്ങൾ കത്തയക്കുന്നു. എനിക്ക് ഇന്ന ബില്ലിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നൊരു സാധനം പർച്ചേസ് ചെയ്തിരുന്നു, എനിക്ക് കിട്ടിയത് ഇന്ന സാധനമാണ്, അതിന്റെ ആധാരമായി ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ ഇതിനോടൊപ്പം വയ്ക്കുന്നു, അറ്റാച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങളൊരു ഇമെയിൽ സെൻഡ് ചെയ്യുന്നു. അതിന് റിവേർട്ട് ആയിട്ട് പുള്ളി ഇങ്ങോട്ടേക്ക് ഒരു മെയിൽ അയക്കുന്നു. ഓക്കെ, അതിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി പറയുന്നു, ഞാൻ ഇന്ന കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞാനൊരു മറുപടി നൽകുന്നതായിരിക്കും. ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. 5 ദിവസത്തിനുള്ളിൽ മറുപടി നൽകുന്നതായിരിക്കും. 5 ദിവസമായി നിങ്ങൾക്ക് മറുപടി കിട്ടിയില്ല. തിരിച്ച് നിങ്ങൾ വീണ്ടും മെയിൽ അയക്കുന്നു. പക്ഷെ വേറെ സെപ്പറേറ്റ് ആയിട്ടല്ല അയക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ ഓൾറെഡി നിങ്ങൾക്ക് റിസീവ് ചെയ്തിരിക്കുന്ന റിപ്ലൈക്ക് തിരിച്ചാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്. അവിടെ തന്നെയാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അതൊരു ചെയിൻ മെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെയിൻ മെയിൽ ഈസ് ബീങ് ക്രിയേറ്റഡ് ഓവർ ദേ. സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു മെയിൽ അല്ല നിങ്ങൾ അയക്കുന്നത്.
കാരണം വൈ ഇതിനു മുമ്പ് നടന്നിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കും നിങ്ങൾക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയിൻ മെയിൽസ് സാധാരണയിൽ അയക്കാറുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് ലെറ്റർ ഇസ് യൂഷ്വലി വൺ ഇൻ എ സീരീസ് ഓഫ് എക്സ്ചേഞ്ചസ് ബിറ്റ്വീൻ ടു പീപ്പിൾ ഓർ പാർട്ടീസ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെയാണ് ലെറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ എന്ന് പറയാം. സാധാരണ നമുക്ക് തിരിച്ചൊരു മെസ്സേജ് വരാൻ താല്പര്യമില്ലാത്തതിന് നമ്മൾ ഇൻവിറ്റേഷൻ എന്ന് പറയും സാധാരണ, അല്ലെ? ഇൻവിറ്റേഷൻസ് അയക്കും. പക്ഷെ അതിന് ഇൻവിറ്റേഷൻസിന് നമ്മൾ റിപ്ലൈ അയക്കാം. We can send a reply for invitations also. So a letter is usually one in a series of exchanges between two people or parties. ഒരു ലെറ്റർ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷന്റെ തുടക്കമാണ്. എക്സ്ചേഞ്ചസ്, എ സീരീസ് ഓഫ് എക്സ്ചേഞ്ചസ്. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഒരു ലെറ്ററിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ടു റിസീവ് എ റിപ്ലൈ എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാതെ അറത്ത് മുറിച്ച് കാര്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ കത്തയക്കുക. We have to always stop a letter letting the other person know that we are waiting for the response. ഓക്കെ, നമ്മൾ അവരിൽ നിന്നും ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു കത്ത് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫോർമൽ ലെറ്റേഴ്സിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. Let us now examine some of the steps in writing formal letters. Okay, first തന്നെ നമ്മൾ എന്താണ്, introducing oneself if it is the first time you are writing. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് കത്ത് അയക്കുന്നത് കംപ്ലൈന്റ് സെന്ററിലേക്ക്, ആമസോണിന്റെ കംപ്ലൈന്റ് സെന്ററിലേക്ക് നമ്മൾ കത്ത് അയക്കുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്ന വ്യക്തി, ഫോർ എക്സാമ്പിൾ സുമേഷ് ആണ് കംപ്ലൈന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. ഓക്കെ, ആൻഡ് സുമേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ കത്ത് അയക്കുന്നത് രമേശ് ആണെന്നോ രമേശ് ആരെന്നോ അറിയത്തില്ല. അപ്പോ ഈ രമേശ് പറയണം സുമേഷിന്റെ അടുത്ത്, സുമേഷ് ഞാനാണ് രമേശ്. അപ്പം അങ്ങേർക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് രമേശ് എന്ന് പറയുന്ന ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിന്റെ കാര്യങ്ങൾ അവർ അതിന്റെ കൂടെ ചേർക്കണം. അതിനെയാണ് നിങ്ങൾ അവരിൽ നിന്നും ആമസോണിൽ നിന്നും ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്, ആ വാങ്ങിയ രമേശാണ് ഞാൻ, അല്ലാതെ തെരുവിൽ കൂടെ പോകുന്ന രമേശ് അല്ല. നിങ്ങളെ സ്ഥാപനത്തിൽ നിന്നും ഒരു സാധനം മേടിച്ച് കബളിക്കപ്പെട്ട രമേശാണ് ഞാൻ. ആ രമേശാണ് ഞാൻ എന്ന് തെളിയിക്കാനായിട്ട് എന്റെ പക്കൽ നിങ്ങളെടുത്തും മേടിച്ച വസ്തുവിന്റെ ബില്ലുണ്ട്, ഈ ബില്ല് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, ഇൻട്രൊഡ്യൂസിങ് വൺ സെൽഫ് ഇഫ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം യു ആർ റൈറ്റിംഗ്. ആദ്യമായിട്ടാണ് നിങ്ങൾ കമ്പനിയിലേക്ക് അയക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കത്ത് അയക്കുന്നതെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഐ ആം സോ ആൻഡ് സോ എന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങണം. ഓക്കെ, റെഫറിംഗ് ടു ആൻ ഏർലിയർ ലെറ്റർ ഇഫ് യു ആർ റെസ്പോണ്ടിങ് ടു ഇറ്റ്. 5 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും രമേശ് എന്ന് പറഞ്ഞ് സുമേഷ് അയച്ചു കഴിഞ്ഞു. 5 ദിവസമായിട്ട് സുമേഷിന്റെ ഒരു പൊടി പോലും ഇല്ല. ഓക്കെ, അപ്പൊ തിരിച്ച് നിങ്ങൾ അയക്കുമ്പോൾ ഒരു മെസ്സേജ് അയക്കുന്നു, അല്ലയോ സുമേഷ്, 5 ദിവസം എന്ന് പറഞ്ഞു പോയ നിങ്ങൾ ഇപ്പോൾ 6 ദിവസമായി ഒരു മറുപടി പോലും നൽകിയില്ലല്ലോ. എന്റെ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ? എന്റെ പ്രശ്നം ഇതാ മുകളിൽ കാണുന്ന വസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങാം. റെഫറിംഗ് ടു ആൻ ഏർലിയർ ലെറ്റർ ഇഫ് യു ആർ റെസ്പോണ്ടിങ് ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് അയച്ചിരിക്കുന്ന കത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കത്തുകൾ എഴുതി തുടങ്ങാം. ഓക്കെ, അപ്പോ അതാണ് ആദ്യത്തെ ഒരു സംഭവം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സ്റ്റേറ്റിംഗ് ദ പേർപ്പസ് ഓഫ് ദ ലെറ്റർ. സ്റ്റേറ്റിംഗ് ദ പേർപ്പസ് ഓഫ് ദ ലെറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോ സബ്ജക്ട്, ഇമെയിലിന്റെ കാര്യം തന്നെ എടുക്കാം. ഫോർമൽ ലെറ്റേഴ്സിന്റെ പേപ്പറിൽ എഴുതുന്ന കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ളത് ഇമെയിലാണ്. അതിലെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇമെയിലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജിമെയിൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് എന്താണ്? ജിമെയിലിൽ നിങ്ങൾക്ക് ഒരു കത്ത് വന്നു,
ഫസ്റ്റ് കാണുന്നത് എന്താണ്? കത്ത് വന്ന് നിങ്ങൾ കമ്പോസ് ചെയ്യല്ല, അമല കമ്പോസ് ചെയ്യണ്ട. നിങ്ങൾ ജിമെയിൽ ഓപ്പൺ ചെയ്തു. ജിമെയിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ കത്തുകൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് അല്ലെ? കുറെ ലെറ്റേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് അവിടെ. മെയിലുകൾ കുറെ വന്ന് കിടപ്പുണ്ട്. ലെറ്റേഴ്സ് അല്ല, മെയിലുകൾ വന്ന് കിടപ്പുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് എന്താണ്? ഇൻബോക്സ്. ഇൻബോക്സിന്റെ അകത്ത് കാണും അല്ലെ? ഇൻബോക്സ് ആണ് നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് അല്ലെ? ഇൻബോക്സ് ആണ് നിങ്ങൾ ഫസ്റ്റ് കാണുന്നത്. ആ ഇൻബോക്സിൽ എന്താ നിങ്ങൾ കാണുന്നത്? എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? എന്താ മനസ്സിലാവുക ഫസ്റ്റ്? ഇൻബോക്സിൽ എന്താ കാണുന്നത്? ഇൻബോക്സിൽ എന്താ കാണുന്നത്? എല്ലാരും ഇപ്പൊ മെയിൽ എടുത്ത് നോക്കുക. സ്ഥിരമായിട്ട് അതാ ഞാൻ പറഞ്ഞത്, ദി അഡ്രസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ദി അഡ്രസ്. ദി അഡ്രസ് എന്ന് പറഞ്ഞ സാധനം നമ്മളിപ്പോ കുറച്ച് മുമ്പ് കുറച്ച് പ്രീവിയസ് സെഷനിൽ നമ്മൾ പഠിച്ചതല്ലേ? ദി അഡ്രസ് എന്താണ് അതിനകത്ത്? സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതൊന്നും കെയർ ചെയ്യാറില്ല. യു വോണ്ട് കെയർ അറ്റ് ഓൾ സച്ച് തിങ്സ്. നമ്മൾ ഇതൊന്നും നോട്ടീസ് പോലും ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ഇൻബോക്സിൽ ഫസ്റ്റ് കാണുന്ന എന്താണ്? നിങ്ങൾക്കൊരു ലെറ്റർ വന്നു അല്ലേ? നിങ്ങൾക്കൊരു മെയിൽ വന്നിട്ടുണ്ട്. അവിടെ മെയിൽ വന്ന് കിടക്കുമ്പോഴാണല്ലോ ഇൻബോക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ഇത്ര നമ്പർ ഓഫ് മെയിൽസ് വന്ന് കിടപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വരും അല്ലേ? നോട്ടിഫിക്കേഷൻ വരും. അപ്പോഴാണല്ലോ നിങ്ങൾ മെയിലിലേക്ക് പോയി നോക്കുന്നത്. സോഷ്യൽ, പ്രൊമോഷൻ, ഇൻബോക്സ് 3 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിലെല്ലാം വന്ന് കിടക്കുന്ന എന്താണ്? മെയിലാണ്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെയിൽസ് ആണ്. മനസ്സിലായല്ലോ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പ്രൊമോഷനിലാണെങ്കിൽ അതിലധികവും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും അതോടൊപ്പം ട്വിറ്ററിന്റെയും ഇതെല്ലാം ഉണ്ടാവും അല്ലെ? നോട്ടിഫിക്കേഷൻസ് വന്ന് കിടപ്പുണ്ടാവും. ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമെങ്കിലും അതൊക്കെ മെയിൽസ് ആണ് നിങ്ങൾക്ക് വന്ന് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഫേസ്ബുക്കിന്റേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം എന്താണ്? ഫേസ്ബുക്ക് എന്ന് എഴുതിയിട്ടാണോ? പക്ഷെ ആ ഫേസ്ബുക്കിൽ നിന്നും വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? സബ്ജക്ട് ലൈൻ എന്നാണ് പറയുന്നത് അല്ലേ? സബ്ജക്ട് ലൈൻ. ആ മെയിൽ, ആ സബ്ജക്ട് ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ മെയിൽ ഓപ്പൺ ആയി വരുന്നത്. Isn't it? You have to click on the subject line, then only the mail opens. Understood? അപ്പൊ നമ്മൾ സബ്ജക്റ്റ് നോക്കും. നമ്മളിങ്ങനെ മെയിലിന്റെ ലിസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ്. ഓരോ മെയിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. ഇതാ ഫേസ്ബുക്കിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ട്. സച്ചിൻ ഹരിറാം ഗൂഗിൾ ക്ലാസ് റൂമിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നോട്ടിഫിക്കേഷനിൽ എങ്ങനെ ഉണ്ടാവും? എന്താണ്? there is a test paper അല്ലെ? ക്ലാസ് റൂമിന്റെ അകത്ത് ന്യൂ മെറ്റീരിയൽ ഹാസ് ബീൻ ആഡഡ് ഇൻ ടു ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ടൊരു ഇത് കിടപ്പുണ്ടോ? ഇതെന്തുവാ ഈ സച്ചിൻ സാർ ആഡ് ചെയ്ത് വെച്ചേക്കണേ? എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യും അല്ലെ? എന്താണെന്ന് അറിയാനായിട്ട്. സോ വാട്ട് ഈസ് എ സബ്ജക്ട് ലൈൻ? അപ്പൊ സബ്ജക്ട് ലൈൻ എന്തായിരിക്കും? ആ മെയിലിൽ ഉൾപ്പെട്ടിരിക്കുന്ന മെസ്സേജിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് സബ്ജക്ട് ലൈൻ ആയിട്ട് വെക്കുന്നത് അല്ലേ? സംക്ഷിപ്ത രൂപം മലയാളത്തിൽ പറയുകയാണ്. ജിസ്റ്റ് ഓഫ് ദ ലെറ്റർ, ക്രക്സ് ഓഫ് ദ ലെറ്റർ. എന്താണോ കത്ത്, ആ കത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ എടുക്കുന്നു, അത് സബ്ജക്റ്റ് ആക്കി നമ്മൾ വയ്ക്കുന്നു. അത് കാണുമ്പോഴാണല്ലോ നിങ്ങൾക്ക്, അത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഓക്കെ ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള എന്തോ കാര്യമാണ്. അതിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആ ലെറ്ററിൽ ഉണ്ടാകും. സോ ദാറ്റ് ഈസ് വാട്ട് എ സബ്ജക്ട് ലൈൻ ഇസ്, സ്റ്റേറ്റിംഗ് ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ. സബ്ജക്ട്, അതിനാണ് നമ്മൾ സബ്ജക്ട് വെക്കുന്നത്. SUB എന്ന് എഴുതിയിട്ട് നമ്മൾ സെല്യൂട്ടേഷന് തൊട്ട് മുൻപായിട്ട് വെക്കുന്നത് അതാണ്. SUB എന്ന് പറഞ്ഞു വെക്കുന്നത്. ആ ഒരു ലെറ്റർ, ആ ഒരു വ്യക്തി
കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് നമ്മളൊക്കെ വിചാരിക്കും എന്തിനാണ് ഈ സബ്ജക്റ്റ് എഴുതി വെക്കുന്നത്? ഇതില്ലാതെ തന്നെ പേപ്പർ ഇഷ്ടം പോലെ കത്തുകൾ വരുന്നില്ലേ? ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഗൂഗിൾ മെയിലിലേക്ക് തന്നെ ഈ നോട്ടിഫിക്കേഷനും ഇതെല്ലാം വന്ന് നിറഞ്ഞു നിൽക്കിയിരിക്കും. ഒരു രണ്ടാഴ്ച നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്തിട്ടില്ല, മൂന്നാമത്തെ ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾ മെയിൽ ഓപ്പൺ ചെയ്തു, ഒരു 100-120 മെയിലെങ്കിലും കിടപ്പുണ്ടാവും അല്ലേ? അല്ലേ? ഒരു 100-120 മെയിലെങ്കിലും ഒന്ന് കിടപ്പുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള മെയിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? When you check the subject line, you will understand if that is important or not. അത് മാത്രം നിങ്ങൾ തുറന്നു നോക്കിയാൽ മതി, അല്ലാതെ എല്ലായിടത്തിനെയും ചങ്കിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഒരൊറ്റ ക്ലിക്ക്, ഒരു ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, ആ ടിക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ക്ലിക്ക് കിട്ടും, ഒരുമിച്ച് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് മാറ്റിവെക്കും. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ആവശ്യമുള്ളതാണെന്നുള്ളത്? സബ്ജക്ട് ലൈൻ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെയാണ് when you send a letter to someone sitting in a authoritative place. ഒരു അതോറിറ്റിയിലേക്ക് നമ്മൾ അയക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ പഞ്ചായത്തിലേക്ക് നിങ്ങൾ ഒരു ലെറ്റർ അയക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആമസോണിന്റെ കംപ്ലൈന്റിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുന്നു. ഈ ആമസോൺ എന്ന് പറയുന്നത് നമുക്ക് മാത്രമായിട്ട് തുറന്നു വെച്ചിരിക്കുന്ന കടയല്ലല്ലോ, ഈ മൊത്തം ഇന്ത്യയിൽ മൊത്തം വിതരണം ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അതോ അപ്പോ അവർക്ക് ഒരു ദിവസം ഇതുപോലെ നമ്മൾ മാത്രമായിരിക്കില്ലല്ലോ കംപ്ലൈന്റ് അയക്കുന്നത്, നൂറുകണക്കിന് ആയിരക്കണക്കിന് കംപ്ലൈന്റുകൾ അവർക്ക് ഡെയിലി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് മനസ്സിലാവണമല്ലോ ഇത് എന്തിന്റെ കംപ്ലൈന്റ് ആണെന്നുള്ളത്. അവർക്ക് എന്ന് പറയുന്നത് പല കാറ്റഗറീസ് ഉണ്ടല്ലോ കംപ്ലൈന്റ്സിന്, അല്ലെ? അവർക്ക് പ്രൊഡക്ട്സിന് പല കാറ്റഗറീസ് ഇല്ലേ? ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഉണ്ട്, ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ ഏത് വിഭാഗത്തിലേക്കാണ് ഈ കംപ്ലൈന്റ് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിനെല്ലാം ഉപകരിക്കുന്നത് എങ്ങനെയാണ്? സബ്ജക്ട് നോക്കുമ്പോഴാണ് അവർ ഓക്കെ 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 ഐഫോണിന് പകരം കിട്ടിയിരിക്കുന്ന വെറും ഒരു ആപ്പിളും ഒരു കല്ലുമാണ്. അപ്പൊ ഇത് ഐഫോണിന്റെ സെക്ഷനിലാണ് അവർ മനസ്സിലാക്കും. സബ്ജക്റ്റിൽ നോക്കണം. നേരെ മറിച്ച് നമ്മൾ കല്ല് എന്ന് പറഞ്ഞ് സബ്ജക്റ്റിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ല് എന്ന് മാത്രമാണ് സബ്ജക്ട് ലൈനിൽ വെച്ചിരിക്കുന്നത്, അവരെന്താ വിചാരിക്കുക? ആമസോണിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അയക്കുകയാണ്, കത്ത് അയക്കുകയാണ്, നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത് ഐഫോൺ അല്ല, വെറും ഒരു ആപ്പിളും ഒരു കല്ലും മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയാനായിട്ട്. പക്ഷെ നമ്മൾ സബ്ജക്റ്റിൽ വെച്ചിരിക്കുന്നത് കല്ല് എന്ന് മാത്രമാണ്. അവരെന്ത് ചെയ്യും? അവർക്കൊന്നും മനസ്സിലാകത്തില്ല, അല്ലേ? അപ്പൊ അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വാട്ട് യു ആർ നീഡ് ഇസ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകത്തില്ല. സോ നമ്മൾ അവിടെ എന്താണ് വെച്ചിരിക്കുന്നത്? നമ്മൾ അവിടെ എന്ത് സബ്ജക്ട് വെക്കുമ്പോൾ വാട്ട് വിൽ ദ സബ്ജക്ട് ബി ഫോർ us? മിസ്പ്ലേസ്ഡ് പ്രൊഡക്റ്റ് എന്നോ അല്ലെങ്കിൽ ഗോട്ട് എ സ്റ്റോൺ ഇൻസ്റ്റെഡ് ഓഫ് മൈ ഐഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു കംപ്ലൈന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നോക്കിയതിനു ശേഷം അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, ബിൽ നമ്പർ എന്താണ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്താണ്, ആർക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്, എവിടത്തേക്കാണ് ഇത് പോയിരിക്കുന്നത്, ആരെടുത്താണ് ഈ തെറ്റ് വന്നിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കത്ത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പക്ഷെ അതിന് മുൻപായിട്ട് അവർക്ക് ഏത് വിഭാഗത്തിലേക്കാണ്, ഏത് സെക്ഷനിലേക്കാണ് ഈ കത്ത് പോകേണ്ടത് എന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് ആ സബ്ജക്ട് ലൈൻ നോക്കിയാൽ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. സോ ഇറ്റ് ഷുഡ് ബി ഇൻ എ പ്രോപ്പർ വേ സ്റ്റേറ്റിംഗ് ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ. ഓരോ കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോഴും അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വേയിലായിരിക്കണം. So second one is stating the purpose of the letter. Third one, stating action, information required from the addressee. കല്ലിന്ന് നമ്മൾ സബ്ജക്റ്റിൽ എഴുതി, ചക്ക എന്ന് പറഞ്ഞിട്ട് നമ്മൾ കത്തിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് എന്താണോ ആവശ്യം, നമുക്ക് ഇൻഫർമേഷൻ ആണ് ആവശ്യമെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ആണ് എടുക്കേണ്ടതെങ്കിൽ അതെല്ലാം സ്റ്റേറ്റ് ചെയ്തുകൊണ്ട്, അതായത് അഡ്രസ്സി എന്ന് പറയുന്നത് ഈ കത്ത് ലഭിക്കുന്ന വ്യക്തി എന്ത് ആക്ഷൻ ആണോ എടുക്കേണ്ടത്, ആ ഒരു വ്യക്തി എന്ത് ഇൻഫർമേഷൻ ആണോ നമുക്ക് നൽകേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. എക്സ്പ്ലെയിനിങ് ആക്ഷൻ ടേക്കൺ. അപ്പൊ ഇവര് തിരിച്ച് നമുക്ക് കത്തയക്കുമ്പോൾ അവരെന്താണോ ആക്ഷൻ എടുത്തത്, അല്ലെങ്കിൽ എന്ത് ഇൻഫർമേഷൻ ആണ് നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് അത്. ഓക്കെ.
നാലാമത്തത് urging ആക്ഷൻ ടു ബി ടേക്കൺ. നമ്മൾ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ആണ് ചെയ്യേണ്ടത്. ഒരു കാലത്തും നമ്മൾ കത്തെഴുതുമ്പോൾ നമ്മുടെ സ്വരം ഭീഷണിയുടേത് ആവരുത്. എപ്പോഴും ചിന്തിക്കുക. ഓക്കെ, അതെപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. ഭീഷണിയുടെ സ്വരം. എനിക്ക് എന്റെ സാധനം തിരിച്ചു തന്നില്ലേ, നിന്നെയൊക്കെ ഞാൻ കോടതി കയറ്റിയുണ്ടല്ല എന്നുള്ള സ്വരം പാടില്ല. എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തട്ടെ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയേണ്ടത്. ഓഫറിംഗ് അസിസ്റ്റൻസ് ഇൻ ഫ്യൂച്ചർ. അപ്പൊ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് എന്താണെന്ന് പറയേണ്ടത്? ഓഫറിംഗ് അസിസ്റ്റൻസ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും സഹായകരമായി തീരും എന്ന് ഞാൻ ഉറപ്പ് തരട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ തിരിച്ച്. സോ ഇൻഫോർമൽ ലെറ്റർ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഫോർമൽ ലെറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലെറ്റർ എന്ന് പറയുന്നത് സീരീസ് ഓഫ് എക്സ്ചേഞ്ചസ് ആണ്. അപ്പൊ നിങ്ങൾ അപ്പുറത്തും ആവാം ഇപ്പുറത്തും ആവാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളടുത്ത് ചോദിക്കുന്നത് ആമസോണിന്റെ കംപ്ലൈന്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ട് നിങ്ങൾ ഉത്തരം നൽകാനായിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്. അതിനുള്ള ഒരു ലെറ്റർ ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടി വരിക. സോ യു ആർ റിപ്ലൈയിങ് ടു എ ലെറ്റർ ഓവർ ദെയർ യു ഹാവ് റിസീവ്ഡ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓഫറിംഗ് അസിസ്റ്റൻസ് ഇൻ ഫ്യൂച്ചർ. നമ്മുടെ അടുത്ത് വന്നുപോയ തെറ്റാണ്, ക്ഷമാപണം ഞാൻ നൽകുന്നു, എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതായിരിക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ എന്ന് പറഞ്ഞായിരിക്കും നിങ്ങൾ അവസാനിപ്പിക്കേണ്ടത്. ദിസ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ ലെറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫോർമൽ ലെറ്ററിൽ ഉണ്ടാവുക. ഇറ്റ് വിൽ ഹാവ് ടു ബി മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദ പർപ്പസ്. അതെപ്പോഴും മനസ്സിൽ വെക്കുക. ഇത് തന്നെ ആവണം എന്ന് നമ്മൾ ശഠിച്ച് മുമ്പോട്ടേക്ക് പോകാൻ പാടില്ല. ഇറ്റ് ക്യാൻ ബി മോഡിഫൈഡ്. ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഒരു കോമൺ സെൻസ് എല്ലാവരിലും ഉണ്ടാവണം. It will have to be modified according to the purpose for which it is written and the person to whom it is addressed. ആർക്കാണോ നിങ്ങൾ കത്തയക്കുന്നത് അവരോട് നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിരിക്കണം കത്തിന്റെ രൂപം. ഓക്കെ, the way it has to be, it will have to be modified according to the purpose for which it is written and the person to whom it is addressed. ആർക്കാണോ നിങ്ങൾ കത്തയക്കുന്നത് ആ ഒരു വ്യക്തിയെ അനുസരിച്ചിരും, അതോടൊപ്പം തന്നെ എന്തിനാണോ നിങ്ങൾ കത്തയക്കുന്നത് അതിനോടനുസരിച്ചിരിക്കും കത്തിന്റെ രൂപം, കത്തിന്റെ. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് a body of a letter is. കാര്യങ്ങളൊക്കെ പറഞ്ഞു. When you write a letter you should keep in mind the following points. അപ്പോൾ ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. പർപ്പസ്, ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. പർപ്പസ്, എന്തിനാണ് നിങ്ങൾ കത്തയക്കുന്നത്? person to whom it is addressed. അപ്പൊ ആർക്കാണോ നിങ്ങൾ കത്തയക്കുന്നത് അതെന്തായാലും ഉൾപ്പെടുത്തിയിരിക്കണം. ടോൺ, ഞാൻ നേരത്തെ പറഞ്ഞു, ടോൺ യു ഷുഡ് അഡോപ്റ്റ്. നിങ്ങളുടെ ടോൺ ഭീഷണിയുടെ സ്വരം ഒരു കാലത്തും ആയിരിക്കരുത്. ഫോർമൽ ലെറ്റേഴ്സ് ഷുഡ് ഓൾവേസ് ബി കോർഡിയൽ. കോർഡിയൽ ആയിട്ടുള്ള ഇതായിരിക്കണം, വളരെ ഭവ്യതയോട് കൂടിയിട്ടുള്ള സ്വരമായിരിക്കണം, അല്ലാതെ ഭീഷണിയല്ല. നിന്നെ ഞാൻ തൂക്കിലേറ്റി കളയുമെന്നോ, നിന്റെ സ്ഥാനം ഞാൻ തെറിപ്പിച്ച് കളയുമെന്നോ, നിന്റെ കട ഞാൻ പൂട്ടിച്ച് കളയുമെന്നോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഓക്കെ, കംപ്ലീറ്റ്നെസ് ഓഫ് ദ മെസ്സേജ്. എന്റെ ഐ കാണാനില്ല. ഐ കാണാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാ തെരഞ്ഞു പോയ പോലെ ആയി പോകും. ഐഫോൺ തന്നെ പറയണം അല്ലേ? എന്റെ ഐ കാണുന്നില്ല. ഞാനൊരു ഐന് വേണ്ടി നമ്മൾ വിചാരിക്കും, ഓ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഐഫോൺ ആണെന്നുള്ളത് ഊഹിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയൊന്നും പറയരുത്. ഓക്കെ, ഊഹിക്കാം, അവർക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഊഹിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കത്തെഴുതാൻ പാടില്ല. കംപ്ലീറ്റ്നെസ് ഓഫ് ദ മെസ്സേജ്, ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്. ഓക്കെ, ആക്ഷൻ റിക്വയർഡ്. അപ്പൊ എന്താണോ, ഈ ഐഫോൺ കാണാതായി പോയി, കാണാതായി പോയെന്നല്ല, ഐഫോണിന് പകരം കല്ലാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യേണ്ടി വരും. യു വിൽ ഹാവ് ടു സജസ്റ്റ്. സോ റീപ്ലേസ് ഓർ send me a product, the real product to me. I have, if it is a case of misplacement, please take into consideration all these things and please do the needful in order to replace my product. അത് പറയുക. ആക്ഷൻ റിക്വയർഡ്, എന്താണോ ചെയ്യേണ്ടത് അത് സജസ്റ്റ് ചെയ്യുക. പിന്നെ കൺസൈസ്നെസ് ഓഫ് എക്സ്പ്രഷൻ. കൺസൈസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കുറച്ച് വാക്കുകളിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മഹാഭാരതമോ രാമായണമോ ഒന്നും എഴുതി ചേർക്കരുത്. ഞാൻ
നമ്മൾ സാധാരണ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ നോട്ട്ബുക്കിലൊക്കെ എഴുതുമായിരുന്നു സച്ചിൻ ഹരിറാം, സ്റ്റാൻഡേർഡ് 9A, ഹോളി ക്രോസ് കോൺവെന്റ് സ്കൂൾ, നെടുങ്കണ്ടം, നിയർ കട്ടപ്പന, ഇടുക്കി, സൗത്ത് കേരള, സൗത്ത് ഇന്ത്യ, ഇന്ത്യ, സദേൺ ഹെമിസ്ഫിയർ, വേൾഡ്, ഏഷ്യ, ഇങ്ങനെയൊക്കെ എഴുതി അങ്ങ് നീണ്ടു നിവർത്തി അങ്ങ് എഴുതുമായിരുന്നു. ഒരു പേജ് മൊത്തം, വെറുതെ ഒരു പേജിന്റെ മൂലയ്ക്ക് ഒരു പേര് എഴുതുക വളരെ ബോറിംഗ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഫുൾ പേജ് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ നീണ്ടു നിവർത്ത് വലിച്ചങ്ങ് എഴുതും. അതായത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഏലിയൻ ഈ വഴി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഈ സച്ചിൻ ഹരിറാമിനെ ഇവിടെ വെച്ച് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എഴുതി തീർക്കും അല്ലേ? അങ്ങനെയൊന്നും നീട്ടി വലിച്ച് എഴുതാൻ പാടില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ് അവിടെ തീർത്തേക്കുക. ഓക്കെ, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. അങ്ങനെ പറഞ്ഞ് നിർത്തി തീർക്കുക. വളരെ കൺസൈസ് ആയിട്ട്, വളരെ ചുരുക്കി എഴുതുക എക്സ്പ്രഷൻസ്. അവിടെയാണ് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വേർഡ് ലിമിറ്റ്. കൺസൈസ് ആയിരിക്കണം. വേർഡ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. പരീക്ഷയോട് അനുബന്ധിച്ച് നിൽക്കുന്ന സംഭവമാണ് വേർഡ് ലിമിറ്റ്. സാധാരണ അത് 100-150 വേർഡ്സിലായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിർത്തണം എന്ന് പറയുന്നത് ബോഡി ഓഫ് ദ ലെറ്റർ. ഓക്കെ, അപ്പൊ കൺസൈസ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ: പേർപ്പസ്, പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് അഡ്രസ്ഡ്, ടോൺ യു ഷുഡ് അഡോപ്റ്റ്, കംപ്ലീറ്റ്നെസ് ഓഫ് ദ മെസ്സേജ്, ആക്ഷൻ റിക്വയർഡ്, കൺസൈസ്നെസ് ഓഫ് എക്സ്പ്രഷൻ. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി ഫോർമാറ്റിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് കൂടി നമുക്ക് നാളെ നോക്കാം. Thank you very much, all of you, for attending my class. Stay healthy, stay safe, live well and live strong. Thank you. Bye-bye. Take care.